Very good morning, dear students. Today we are going to discuss about the soft tissue injuries. You know, the soft tissues are muscles, ligaments, and tendons. So, if any injury happen to muscles, ligaments, or tendons, called soft tissue injuries. മസിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ലിഗമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ബോൺസിനെ ടൈ ചെയ്യുന്ന കയറാണെന്ന് സങ്കല്പിക്കുക. ഒരു ജോയിൻസിൽ കൂട്ടിക്കെട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ലിഗമെൻറ്റ്. ടെൻഡൻ എന്ന് പറഞ്ഞാൽ മസിൽ ബോണിനോട് അറ്റാച്ച് ചെയ്യുന്ന ഭാഗമാണ്. ഇറ്റ്സ് വെരി കോമൺ ആസ് സ്പോർട്സ് ഇഞ്ചുറീസ് ആൻഡ് കോമൺ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്, ഡൊമസ്റ്റിക് ആൻഡ് വർക്ക് സൈറ്റ് ആക്സിഡൻറ്റ്സ്. ഓക്കെ, ഇത് എന്ത് വന്നു കഴിഞ്ഞിട്ടാണെങ്കിലും ലിഗമെൻറ്റിനോ ടെൻഡനോ മസിലിനോ ഒക്കെ ഇഞ്ചുറി സംഭവിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. എന്തെങ്കിലും നമ്മൾ വീഴുകയോ പിന്നെ തെന്നുകയോ ഒക്കെ ചെയ്താൽ. ഇത് രണ്ട് രീതിയിൽ ഉണ്ട്, അക്യൂട്ട് ആൻഡ് ഓവർ യൂസ് ഇഞ്ചുറീസ്. അക്യൂട്ട് ഇഞ്ചുറീസ് ഒക്കെ സഡൻലി ഒരു സ്ലിപ്പോ എന്തെങ്കിലും ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്നതാണ്. ഓവർ യൂസ് ഇഞ്ചുറി വീണ്ടും വീണ്ടും യൂസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്നതാണ്. ആങ്കിൾ, ബാക്ക്, റൊട്ടേറ്റർ കഫ്, അതൊക്കെയാണ് കൂടുതലായിട്ട് ഇഞ്ചുറി ഉണ്ടാവാൻ സാധ്യതയുള്ളത്. ഇഞ്ചുറീനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി, ഓർ ഗ്രേഡ് 1, ഗ്രേഡ് 2 ഓർ ഗ്രേഡ് 3, ഓർ മൈൽഡ് ഇഞ്ചുറി, മോഡറേറ്റ് ഇഞ്ചുറി ഓർ സിവിയർ ഇഞ്ചുറി അക്കോർഡിംഗ് ടു ദി സിവിയറിറ്റി ഓഫ് ദി ഇഞ്ചുറി. ഫസ്റ്റ് ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ ഗ്രേഡ് 1 അല്ലെങ്കിൽ മൈൽഡ് ഇഞ്ചുറി അങ്ങനെ എല്ലാ പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇതിൽ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചറൽ ഡാമേജസ് മാത്രമേ ഉണ്ടാവുള്ളൂ, നമുക്കൊന്നും കാണാൻ പറ്റില്ല. സെക്കൻഡ് ഡിഗ്രിയിൽ ഗ്രേഡ് 2 ഓ മോഡറേറ്റ് ഇഞ്ചുറി, പാർഷ്യൽ റപ്ചർ ഓഫ് ദ ടിഷ്യൂ ആണ്. ലിഗമെൻ്റ് ആയാലും ശരി, മസിൽ ആയാലും ശരി, ടെൻഡൻ ആയാലും ശരി, വിസിബിൾ സ്വെല്ലിംഗ് ഉണ്ടാവും, നല്ല ടെൻഡർനെസ് ഉണ്ടാവും, അതായത് തൊട്ടാൽ ഭയങ്കര വേദനയായിരിക്കും. പിന്നെ തേർഡ് ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ ഗ്രേഡ് 3 ഓർ സിവിയർ ഇഞ്ചുറിയാണ്, അതായത് കംപ്ലീറ്റ് റപ്ചർ ഓഫ് ലിഗമെൻറ്റ് ഓർ മസിൽ ഓർ ടെൻഡൻ ആണ്. സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സ്വെല്ലിംഗ് ഉണ്ടാവും, ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാവും, അത് സ്റ്റേബിൾ ആയിരിക്കില്ല. ഓക്കെ, സീ ദ പിക്ചേഴ്സ്. ലിഗമെൻറ്റ് ഇഞ്ചുറിയുടെ ലിഗമെൻറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ബോണിനെ ഒന്നിച്ച് ജോയിൻ ചെയ്യിക്കുന്ന ഒരു സ്ട്രക്ചറാണ്. ഓക്കെ, സോ അത് പാർഷ്യലായിട്ടാവാം, കംപ്ലീറ്റ് ആയിട്ടാവാം, അല്ലെങ്കിൽ വെറും ഇഞ്ചുറി മാത്രമാവാം. ഇതിൻ്റെ ക്ലിനിക്കൽ സൈൻസ് ആൻഡ് ലിഗമെൻറ്റ്സ് സിംറ്റംസ് ഓഫ് ലിഗമെൻറ്റ് ഇഞ്ചുറീസ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ബ്രൂയിസിങ്, അതായത് ഒരു സ്വെല്ലിംഗ് ആൻഡ് ടെൻഡർനെസ്, ആൻഡ് പെയിൻ ഓൺ മൂവ്മെൻറ്റ് ഓർ ലോഡിങ്, പെയിൻ ഓൺ പാൽപേഷൻ, തൊട്ട് നോക്കിയാൽ അല്ലെങ്കിൽ അനക്കിയാലൊക്കെ വേദന ഉണ്ടാവുക, ഇൻസ്റ്റെബിലിറ്റി. പിന്നെ MRI സ്കാൻ ചെയ്താൽ നമുക്കത് കൺഫേം ചെയ്യാൻ വേണ്ടി പറ്റും. ഇൻസ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ അല്ലാത്ത അവസ്ഥ. പിന്നെ മസിൽ ഓർ ടെൻഡൻ ഇഞ്ചുറീസിൻ്റെ ആണെങ്കിൽ മസിൽസും ടെൻഡൻസും ഒന്നിച്ചാണ് വർക്ക് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ മസിലിൻ്റെ എൻഡിലാണ് ടെൻഡൻ, അത് ബോണിനോട് അറ്റാച്ച് ചെയ്യുന്ന ഭാഗമാണ്. ഇഞ്ചുറി മേ എഫക്ട് ദ മസിൽസ് ഒറിജിൻ, ബെല്ലി, മസിൽ ടെൻഡൻ ജംഗ്ഷൻ, ടെൻഡൻ പെരിയോസ്റ്റിയം ജംഗ്ഷൻ. ഇതിൽ ഏതെങ്കിലും ഭാഗത്തെ എഫക്റ്റ് ചെയ്യാം. ഏത് ഭാഗമാണെന്നൊന്നുമില്ല, മസിൽ ബെല്ലി ആവാം, മസിൽ ടെൻഡനും കൂടെ ആയിട്ടുള്ള ഭാഗമാവാം, അങ്ങനെയൊക്കെ ആവാം. മസിൽ ഇഞ്ചുറീസ് രണ്ട് ടൈപ്പ് ഉണ്ട്, സ്ട്രെയിനും കണ്ടൂഷനും. ഓക്കെ, സ്ട്രെയിൻ എന്ന് പറയും മസിലിന് ഇഞ്ചുറി സംഭവിച്ചാൽ, പിന്നെ കണ്ടൂഷൻ ഉണ്ടാവും. സ്ട്രെയിൻ കോസ്ഡ് ബൈ ഓവർ സ്ട്രെച്ചിങ് ഓർ ഓവർലോഡ് കാരണം ഉണ്ടാവുന്നതാണ് സ്ട്രെയിൻ. ഓഫൺ അറ്റ് ദ മസിൽ ടെൻഡൻ ജംഗ്ഷനിലാണ് സാധാരണയായിട്ട് ഉണ്ടാവുക. ഒക്കെ ആസ് എ റിസൾട്ട് ഓഫ് ഇൻട്രിൻസിക് ഫോഴ്സ്, ഉള്ളിലുണ്ടാവുന്ന എന്തെങ്കിലും കാരണങ്ങളാൽ ഉണ്ടാവുന്ന ഒരു ഇതാണ്, ഇൻട്രിൻസിക് ഫോഴ്സ് കാരണമാണ് അത് ഉണ്ടാവുന്നത്. ഐദർ ഇൻ റാപ്പിഡ് ആക്സിലറേഷൻ ഓർ ഡീസിലറേഷൻ ആക്ഷൻസ് ഓർ കോമ്പിനേഷൻ ഓഫ് ആക്സിലറേഷൻ ആൻഡ് ഡീസിലറേഷൻ ആക്ഷൻസ് കാരണമാണ്. അത് നിങ്ങൾ അത്ര കാര്യമായിട്ട് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ആൻഡ് സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിഗമെന്റ് സ്ട്രെയിൻ ആവാം, മിനിമം സ്ട്രെങ്ത് ലോസ് ആൻഡ് മൂവ്മെൻറ്റ് റെസ്ട്രിക്ഷൻസ് ആണ് ഫസ്റ്റ് ഡിഗ്രിയിൽ ഉണ്ടാവുക. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പെയിൻ അറൗണ്ട് ദ ഡാമേജ് ഏരിയ, ഇവിടെ തട്ടിയത് വെച്ചാൽ കാലിലായാലും ശരി കയ്യിലായാലും ശരി ഏത് മസിലിനാണ് ഇഞ്ചുറി ഉണ്ടായത് വെച്ചാൽ ആ ഏരിയയിൽ ഒരു പെയിൻ ഉണ്ടാവും. ആൻഡ് ഡിഫക്ട്സ് മേ ബി പാൽപ്പബിൾ, തൊട്ട് നോക്കിയാൽ അറിയാൻ വേണ്ടി പറ്റും. ഇൻ തേർഡ് ഡിഗ്രി ദ മസിൽ മേ ബഞ്ച് അപ്പ് റിസംബ്ലിങ് എ ട്യൂമർ, അതായത് മുറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാണെങ്കിൽ ഇങ്ങനെ ചുരുണ്ട് വരും, അതാണ് അത് പറയുന്നത്.
ആൻഡ് ഇത് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ പേഷ്യൻ്റ് പറയും കാല് മറഞ്ഞു പോയി അല്ലെങ്കിൽ അത് വലിഞ്ഞു പോയി, അങ്ങനെയുള്ള ഹിസ്റ്ററിയാണ് നമുക്ക് കിട്ടുക. ഹിസ്റ്ററി സജസ്റ്റിംഗ് ഓഫ് ആക്സിലറേഷൻ ആൻഡ് ഡീസ്ട്രേഷൻ. പിന്നെ ആ ഇഞ്ചുറി സംഭവിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് പെട്ടെന്നൊരു മൊമെൻറ്റിൽ ഭയങ്കരമായിട്ട് വേദന ഉണ്ടായെന്ന് പറയും. പെയിൻ ഡിക്രീസ് വിത്ത് റെസ്റ്റ് ആൻഡ് ഇൻക്രീസ് വിത്ത് റീപ്രൊഡ്യൂസ്ഡ് ബൈ അറ്റംപ്റ്റഡ് കൺട്രാക്ഷൻ. അതായത് ആ ആക്ഷൻ തന്നെ ചെയ്യാൻ വേണ്ടി പോയാൽ പെയിന് കൂടും, റെസ്റ്റ് എടുത്താൽ പെയിൻ കുറയും. പിന്നെ പാൽപ്പബിൾ ഡിഫക്ട്സ് ഓൺ സൂപ്പർഫിഷ്യൽ മസിൽസ് ആൻഡ് ലോക്കൽ ടെൻഡർനെസ് ആൻഡ് സ്വെല്ലിങ്. അതായത് ആ ഭാഗത്ത് തൊട്ട് നോക്കിയാൽ ഭയങ്കര വേദന ആയിരിക്കും, വീക്ക് ഉണ്ടാവും. പിന്നെ ആക്റ്റീവ് മൂവ്മെൻറ്റ്സ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ആൻഡ് ബ്രൂയിസിങ്, അതായത് ഒരു നീല കളറ് ആയിട്ടിങ്ങനെ കാണും, അത് കുറേ സമയത്തേക്ക് ഉണ്ടാവും, ആഫ്റ്റർ 24 hours. പിന്നെ തൊടുന്ന സമയത്തൊക്കെ ഭയങ്കര വേദനയായിരിക്കും, സ്പാസം ഉണ്ടാവും. അതൊക്കെ അങ്ങനെയാണ് മസിൽ സ്ട്രെയിന് ഡയഗ്നോസ് ചെയ്യുന്നത്. കണ്ടൂഷൻ കോസ്ഡ് ബൈ ഡയറക്റ്റ് ബ്ലോ ഓൺ ദ മസിൽസ്. ദ മസിൽസ് ഇസ് പ്രസ്ഡ് എഗെയിൻസ്റ്റ് എ ബഞ്ച്. അങ്ങനെയാണ് കണ്ടൂഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഒരു നമ്മളെ കോർട്ടിസെപ്സിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു ഇടി കിട്ടി കഴിഞ്ഞിട്ടാണെങ്കിൽ എന്താ സംഭവിക്കുക, അതിന് അവിടെ ഫുള്ള് അതിലുള്ള പിന്നെ കംപ്ലീറ്റ് മസിൽ ബ്ലഡ് വെസൽസിനൊക്കെ അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, കാപ്പിലറീസിന് ഇഞ്ചുറി സംഭവിക്കും. കാപ്പിലറീസ് ഇഞ്ചുറി സമയത്ത് ലീക്ക് ചെയ്യും ബ്ലഡ് വെസൽസോ കാപ്പിലറീസോ വെയിൻസോ എന്തിനായാലും ശരി, അതിന് ഇഞ്ചുറി സംഭവിച്ചാൽ ബ്ലഡ് ലീക്ക് ചെയ്തിട്ട് പിന്നെ സറൗണ്ടിങ് ഏരിയയിൽ കിടക്കും. എന്നിട്ട് ഇത് ഒരു കളക്ഷൻ ഓഫ് ബ്ലഡ് ആവും ഔട്ട്സൈഡ് ദി ബ്ലഡ് വെസൽ. അപ്പോഴാണ് എന്തുണ്ടാവുക, ഒരു നീല കളർ ഉണ്ടാവുക. നിങ്ങൾ കണ്ടില്ലേ, കല്ലിച്ചതാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ, അതാണ് കണ്ടൂഷൻ സംഭവിച്ചാൽ ഉണ്ടാവുക. ഓക്കെ, now in short we will discuss about the tendon injuries. Okay, it's classified according to the severity, first degree, second degree or third degree, or mild, moderate or severe, or stage 1, stage 2 or stage 3. And this is common in sports. Superficial tendons ആണ് കൂടുതലായിട്ട് ഇഞ്ചുറി ഉണ്ടാവാനുള്ള കാരണം. And usually occurs in connection with the eccentric force generation. And muscle tendon junctions or avulsion fractures ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇഞ്ചുറി ടെൻഡന് മുൻപേ വേറൊരു ഇഞ്ചുറി ഉണ്ടായി, അത് കാലോ അല്ലെങ്കിൽ കയ്യോ എന്ത് ടെൻഡനാണെങ്കിൽ അതിന് വീണ്ടും ഇഞ്ചുറി ഉണ്ടാവാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. പിന്നെ ഓവർ യൂസ് ചെയ്യുന്ന ലിഗമെൻ്റ് ഇഞ്ചുറി ഉണ്ടാവാനും സാധ്യത കൂടുതലാണ്. ഓക്കെ, ആൻഡ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾ സോഫ്റ്റ് ടിഷ്യൂ ഇഞ്ചുറീസിന് സെയിം ആണ്. ഓക്കെ, കോമൺ ടു ഓൾ, പ്രിവെൻറ്റ് ബ്ലീഡിങ് ആൻഡ് പെയിൻ ആസ് ഫസ്റ്റ് എയ്ഡ് ബൈ ഫോളോയിങ് പ്രൈസ്: പ്രൊട്ടക്ഷൻ, റെസ്റ്റ്, ഐസ്, കംപ്രഷൻ ആൻഡ് എലവേഷൻ. ആ ഏരിയ പ്രൊട്ടക്റ്റ് ചെയ്യുക, നല്ല റെസ്റ്റ് കൊടുക്കുക, ഐസ് അപ്ലൈ ചെയ്യുക, അത് കംപ്രസ് ചെയ്ത് വെക്കുക ആൻഡ് എലവേറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ടെൻഡൻസ് ആർ മോസ്റ്റ് സസെപ്റ്റബിൾ ടു ഓവർ യൂസ്. ടെൻഡിനൈറ്റിസ് ഉണ്ടാവാം, ടീനോസൈനൈറ്റിസ് ഉണ്ടാവാം, ടീനോ പെരി ഓസ്റ്റിയൈറ്റിസ് ഉണ്ടാവാം, അങ്ങനെയൊക്കെ ഉണ്ടാവാം. പിന്നെ ട്രീറ്റ്മെൻറ്റ് ഓഫ് ലിഗമെൻറ്റ് ഇഞ്ചുറീസ് ആണെങ്കിൽ സെയിം തന്നെ, പ്രൈസ് തന്നെ, ഇമ്മീഡിയറ്റ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കണ്ടിന്യൂഡ് അപ് ടു 2-3 days. ഇതിൽ ഡോക്ടറുടെ റോൾ എന്താണെന്ന് വെച്ചാൽ ഡിറ്റർമിൻ ദ സ്റ്റെബിലിറ്റി ആൻഡ് എക്സ്ക്ലൂഡ് ദ പോസിബിൾ ഫ്രാക്ചർ ആൻഡ് എസ്റ്റാബ്ലിഷ് ദ ഡയഗ്നോസിസ്. ജോയിൻറ്റ് സ്റ്റേബിൾ ആണെങ്കിൽ ഏർലി മൊബിലൈസേഷനും സപ്പോർട്ടീവ് ടേപ്പിങ്ങും പിന്നെ റീഹാബിലിറ്റേഷനുമാണ്. ഇഫ് ദ ജോയിൻറ്റ് അൺസ്റ്റേബിൾ ആണെങ്കിൽ ഡിസൈഡ് പ്രൊട്ടക്ഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ, സർജറി വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കുകയാണ് വേണ്ടത്. റീഹാബിലിറ്റേഷൻ്റെ ഗോൾ എന്താണെന്ന് വെച്ചാൽ ഐഡൻറ്റിഫൈ എനി പ്രീഡിസ്പോസിങ് കോസ് വിത്ത് എ വ്യൂ ടു റിമൂവ് ഇറ്റ്. ഓക്കെ, എന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. പ്രിവെൻറ്റ് അദഷൻ ഫോർമേഷൻ ആൻഡ് സ്ട്രെങ്തൻ ദ മസിൽസ് റിലേറ്റഡ് ടു ദ ലിഗമെൻറ്റ് ആൻഡ് റീഎഡ്യൂക്കേറ്റ് പ്രോപ്രിയോസെപ്ഷൻ. അതായത് ജോയിൻറ്റ് സെൻസിനെ റീഎഡ്യൂക്കേറ്റ് ചെയ്യുക, ഫുൾ മൊബിലിറ്റി റീസ്റ്റോർ ചെയ്യുക, ലിഗമെൻറ്റിൻ്റെയും കറസ്പോണ്ടിങ് ജോയിൻറ്റിൻ്റെയും ഒക്കെ ഫുൾ മൊബിലിറ്റി റീസ്റ്റോർ ചെയ്യുക, പിന്നെ പേഷ്യൻറ്റിൻ്റെ കോൺഫിഡൻസ് റീസ്റ്റോർ ചെയ്യുക. അങ്ങനെയുള്ളതൊക്കെയാണ് ഇതിൻ്റെ റീഹാബിലിറ്റേഷൻ്റെ പ്രിൻസിപ്പിൾസ്. റീഹാബിലിറ്റേഷൻ എക്സസൈസസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നൗ വിൽ സീ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്പ്രെയിൻ ആൻഡ് സ്ട്രെയിൻ. സ്പ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ
ലിഗമെൻറ്റിന് ഉണ്ടാവുന്നതാണ്. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ മസിലിനോ ടെൻഡനോ ഉണ്ടാവുന്നതാണ്. ആംഗിൾ ഈസ് ദ മോസ്റ്റ് കോമൺ ലൊക്കേഷൻ ടു സ്പ്രെയിൻ. ആൻഡ് സ്ട്രെയിൻ ഉണ്ടാവുക ലോവർ ബാക്കിലോ അല്ലെ ഹാംസ്ട്രിങ് മസിൽസിലോ. ഹാംസ്ട്രിങ് മസിലാണ് എവിടെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലേ, ബാക്ക് ഓഫ് തൈയിലാണ് കോമൺലി ഉണ്ടാവുന്നത്. ഓക്കെ, ആൻഡ് സ്ട്രെയിനും സ്പ്രെയിനും തമ്മിൽ ഒരിക്കലും മാറിപ്പോയത്. സ്പ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ലിഗമെൻറ്റിന് ഉണ്ടാവുന്നതാണ്. സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസിൽസിനോ ടെൻഡൻസിനോ ആണ് ഉണ്ടാകുന്നത്. ഓക്കെ, ആംഗിളിലാണ് കോമൺ ആയിട്ട് ഇഞ്ചുറി ഉണ്ടാവുക, സ്പ്രെയിൻ ഇഞ്ചുറി ഉണ്ടാവുക, ലിഗമെൻറ്റ് ഇഞ്ചുറി. ബാക്ക് സ്ട്രെയിൻ ഉണ്ടാവുക ബാക്കിലോ അല്ലെങ്കിൽ ഹാംസ്ട്രിങ്ങിനോ ഒക്കെയാണ്. ഹാംസ്ട്രിങ് എന്ന് പറഞ്ഞാൽ നമ്മളെ കൈയിൻ്റെ ബാക്കിലുള്ള മസിലാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, ഈ സ്പ്രെയിൻ ഉണ്ടാവുന്ന ഇത് ആൻറ്റീരിയർ ടാലോഫിബുലാർ ലിഗമെൻറ്റ്, പോസ്റ്റീരിയർ ടാലോഫിബുലാർ ലിഗമെൻറ്റ് ഓർ കാൽക്കേനിയോ ഫിബുലാർ ലിഗമെൻറ്റ്, ഇങ്ങനെയുള്ള 3 ലിഗമെൻ്റ് ആണ് എന്തുള്ളത്, ആംഗിൾ ജോയിൻറ്റിലുള്ളത്. ഇതിൽ ഏതിലെങ്കിലുമാണ് ആംഗിൾ സ്പ്രെയിൻ ഉണ്ടാകുന്ന സമയത്ത് ഇഞ്ചുറി ഓക്കെ ഡിയേഴ്സ്, ഇനി നമ്മൾ ആംഗിൾ സ്പ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ലാറ്ററൽ ലിഗമെൻറ്റ് ഇഞ്ചുറി is a term used for ligament injuries of the angle. ട്വിസ്റ്റ് ആംഗിൾ, റോൾഡ് ആംഗിൾ എന്നൊക്കെ പറയും ആംഗിൾ ലിഗമെൻറ്റ് ഇഞ്ചുറി. കാല് പടം മറിഞ്ഞെന്നൊക്കെ പറയാറില്ലേ, അതാണ് ആംഗിൾ സ്പ്രെയിൻ. The mechanism of injury, foot is placed in forced inversion and plantar flexion. അപ്പോഴാണ് ലാറ്ററൽ ലിഗമെൻറ്റ് ഇൻവേഷനും പ്ലാന്റാർ ഫ്ലെക്ഷനും ഉണ്ടാകുന്ന സമയത്താണ് ലാറ്ററൽ ലിഗമെൻറ്റ് ഇഞ്ചുറി ആവുക. നല്ലോണം നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ചോദിക്കും ലാറ്ററൽ ലിഗമെൻറ്റ് ഇഞ്ചുറിയുടെ മെക്കാനിസം ഓഫ് ആക്ഷൻ. ഇൻവേഷനും പ്ലാന്റാർ ഫ്ലെക്ഷനും ഉണ്ടാകുന്ന സമയത്താണ് ഉണ്ടാവുക. ഇറ്റ് ക്യാൻ ബി ഫ്രം ആൻ അൺസ്റ്റേബിൾ ഓർ ഇറഗുലർ സർഫസ്. നിങ്ങൾക്കറിയാലോ, കല്ലിലൂടെ മുള്ളിലൂടെയൊക്കെ നടക്കുന്ന സമയത്താണ്, അല്ലെങ്കിൽ അൺഈവൻ ആയിട്ടുള്ള സർഫസിലൂടെ നടക്കുന്ന സമയത്താണ് എന്ത് സംഭവിക്കുക, കാല് പടം മറിയുക. പിന്നെ ഫോഴ്സ്ഡ് ട്രോമ കാരണവും സംഭവിക്കാം. ക്ലിയർ അല്ലേ? ദെൻ ഇതിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ സ്വെല്ലിങ്, പെയിന്, ഡിസ്കളറേഷൻ, റെഡ്നെസ്, വാംത്ത്, ഇന്നബിലിറ്റി ടു വാക്ക് ആൻഡ് ആംഗിൾ ഇൻസ്റ്റെബിലിറ്റിയാണ്. ഈ കാലിൻ്റെ ചിത്രം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയുന്നില്ലേ, കാല് ലിഗമെൻറ്റ് ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞിട്ടാണെങ്കിൽ ചിലപ്പോൾ ആ ആംഗിളിൻ്റെ ഭാഗത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ ഈ ഇഞ്ചുറിയുടെ സിവിയറിറ്റി അനുസരിച്ചായിരിക്കും. നമ്മൾ പറഞ്ഞു പിന്നെ സ്ട്രെയിൻ ആയാലും സ്പ്രെയിൻ ആയാലും 3 ഡിഗ്രി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ 3rd ഡിഗ്രി ഒക്കെ വന്നു കഴിഞ്ഞാണെങ്കിൽ കാല് ഇതേപോലെ ആയിരിക്കും ഉണ്ടാവുക. നല്ല വീക്ക് ഉണ്ടാവും, ഷൈനി ആയിരിക്കും, നല്ല വേദന ഉണ്ടാവും, ചൊട്ട് നോക്കിയാൽ ഒരു ചൂടുണ്ടാവും, നടക്കാൻ പറ്റൂല, അങ്ങനെയൊക്കെയാണ്. ഓക്കെ, ലോ ആംഗിൾ സ്പ്രെയിൻ ഓർ ലാറ്ററൽ ആംഗിൾ സ്പ്രെയിൻ ഇസ് എൻ ഇൻവേർഷൻ സ്പ്രെയിൻ ആണ്. ഇൻവേഷനും ഇവേഷനും എപ്പോഴും കൺഫ്യൂഷൻ ആവും, അത് നോക്കി വെക്കണം. ദ മോസ്റ്റ് കോമൺ മെക്കാനിസം ഓഫ് ആംഗിൾ ഇഞ്ചുറി ഈസ് ഇൻവേഷൻ ഓഫ് പ്ലാന്റാർ ഫ്ലെക്സ്ഡ് ഫുട്ട്. ദ ആൻറ്റീരിയർ ടാലോഫിബുലാർ ലിഗമെൻറ്റ് is the first and only ligament to be injured in the majority of angle sprains. Stronger forces are led to combined ruptures of the anterior talofibular ligament and calcaneofibular ligament. അതായത് സിവിയർ ആയിട്ടുള്ള ഇഞ്ചുറി ആണെങ്കിൽ നല്ലോണം അങ്ങോട്ട് കുടുങ്ങി പോയിട്ടുണ്ടെങ്കിൽ, പെട്ടെന്ന് വളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാ 3 ലിഗമെൻറ്റും ആൻറ്റീരിയർ ടാലോഫിബുലാർ, ലാറ്ററൽ കാൽക്കേനിയോഫിബുലാർ ആൻഡ് പോസ്റ്റീരിയർ എല്ലാം ഒന്നിച്ചങ്ങോട്ട് എന്താവും, സ്പ്രെയിൻ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് സിവിയർ ഇഞ്ചുറി ആണെങ്കിൽ. ദെൻ മീഡിയൽ ആംഗിൾ സ്പ്രെയിൻ എന്ന് പറഞ്ഞാൽ മീഡിയൽ ഡെൽറ്റോയിഡ് ലിഗമെൻറ്റിനെയാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത്. ആംഗിളിലുള്ള ഒരു ലിഗമെൻ്റാണ് ഇത്. ഇവേർഷൻ സ്പ്രെയിൻ ആണ് ഇത്, അത്ര കോമൺ അല്ല. is the strongest of the angle ligament and is infrequently injured. Forced evasion of the angle can cause damage to this structure, but more commonly results in an avulsion fracture of the medial malleolus because of the strength of the deltoid ligament. ഈ മീഡിയൽ ഡെൽറ്റോയിഡ് ലിഗമെൻറ്റ് നല്ല സ്ട്രോങ് ആണ്, അതുകൊണ്ട് ഇഞ്ചുറി ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. ലാറ്ററൽ ലിഗമെൻറ്റ് ഇഞ്ചുറിയാണ് ആംഗിൾ സ്പ്രെയിനിൽ മോസ്റ്റ് കോമൺ ആയിട്ട് ഉണ്ടാവുന്നത്. ഓക്കെ, നിങ്ങൾ പിന്നെ കോമൺ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുകയും ലാറ്ററൽ ലിഗമെൻറ്റ് ഇഞ്ചുറി തന്നെ ആയിരിക്കും. കാല് പടം മറിഞ്ഞെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടാണെങ്കിൽ വേദന പറയാം ലാറ്ററൽ ആസ്പെക്റ്റ് ഓഫ് ദി
ആംഗിളിൽ ആയിരിക്കും. ഓക്കെ, ദെൻ ഗ്രേഡിങ് നമ്മൾ നേരത്തെ പറഞ്ഞു, പിന്നെ സ്ട്രെയിൻ ആയാലും 3 degrees ആണ്. ഗ്രേഡ് 1 ഓർ ഫസ്റ്റ് ഡിഗ്രി. ഇറ്റ് റിസൾട്ട്സ് ഫ്രം മൈൽഡ് സ്ട്രെച്ചിങ് ഓഫ് ദ ലിഗമെൻറ്റ് വിത്ത് മൈക്രോസ്കോപ്പിക് ടിയേഴ്സ്. പേഷ്യൻസ് ഹാവ് മൈൽഡ് സ്വെല്ലിംഗ്, ടെൻഡർനെസ് മാത്രമേ ഉണ്ടാവുള്ളൂ. പേഷ്യൻ്റ് ഈസ് ഏബിൾ ടു ബിയർ വെയിറ്റ് ആൻഡ് ആംബുലേറ്റ് വിത്ത് മിനിമൽ പെയിൻ. കാല് സ്ട്രെയിൻ ആയാലും നടക്കാനൊക്കെ പറ്റും. നമുക്കൊക്കെ മോസ്റ്റ് കോമൺലി സംഭവിക്കുന്നത് ഈ ഫസ്റ്റ് ഡിഗ്രിയാണ്. വലിയ വേദന ഉണ്ടാവും, ചെറിയ വേദന ഉണ്ടാവും, പക്ഷേ നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കാനൊക്കെ പറ്റും. ചെറിയൊരു സ്വെല്ലിംഗ് ഒക്കെ ഉണ്ടാവും. അതങ്ങനെ കുറച്ച് ദിവസം കഴിയുന്ന സമയത്തേക്ക് സെറ്റിൽ ആവുകയാണെങ്കിൽ അതിനെയാണ് ഗ്രേഡ് 1 ഓർ ഫസ്റ്റ് ഡിഗ്രി ഓർ മൈൽഡ് സ്പ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഗ്രേഡ് 2 ഓർ സെക്കൻഡ് ഡിഗ്രി ഓർ മോഡറേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മോർ സിവിയർ ഇഞ്ചുറി ഇൻവോൾവിങ് ആൻ ഇൻകംപ്ലീറ്റ് ടിയർ ഓഫ് ദ ലിഗമെൻറ്റ്. ഒരു ലിഗമെൻറ്റിൻ്റെ എന്താ പറയുക, റപ്ചർ കംപ്ലീറ്റ് ആയിട്ടല്ലാതെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ടിയർ സംഭവിക്കുമ്പോഴാണ് സെക്കൻഡ് ഡിഗ്രി ആവുന്നത്. പേഷ്യൻസ് ഹാവ് മോഡറേറ്റ് പെയിൻ, സ്വെല്ലിംഗ്, ടെൻഡർനെസ് ആൻഡ് വെയ്റ്റ് ബെയറിംഗ് ആൻഡ് ആംബുലേഷൻസ് ആർ പെയിൻഫുൾ. തേർഡ് ഡിഗ്രിയിലാണെങ്കിൽ ഇൻവോൾവ്സ് എ കംപ്ലീറ്റ് ടിയർ ഓഫ് ദ ലിഗമെൻറ്റ്. Patients have severe pain, swelling and tenderness and ecchymosis. Patient is unable to bear weight or ambulate. നടക്കാനൊന്നും പറ്റൂല, കാലിന് മുകളിൽ വെയിറ്റ് വെച്ച് നിൽക്കാനൊന്നും പറ്റൂല. കംപ്ലീറ്റ് ടിയർ ആണെങ്കിൽ ഗ്രേഡ് 3 ഓർ സിവിയർ സ്പ്രെയിൻ എന്നാണ് ഈ ഇതിന് പറയുന്നത്. ഓക്കെ, വിൽ സി ദ സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് ഗ്രേഡ് 1, ഗ്രേഡ് 2 ആൻഡ് ഗ്രേഡ് 3. ലിഗമെൻറ്റ് ടിയർ തീരെ ഇല്ല, പാർഷ്യൽ ഓർ കംപ്ലീറ്റ്. ലോസ് ഓഫ് ഫങ്ഷണൽ എബിലിറ്റി മിനിമലാണ് ഗ്രേഡ് 1-ൽ. ഗ്രേഡ് 2-ൽ സം ലോസ് ഓഫ് ഫങ്ഷണൽ എബിലിറ്റി ആണ്. ഗ്രേഡ് 3-ൽ ഗ്രേറ്റ്, അതായത് നല്ലോണം ലോസ് ആയിക്കുന്നത്, നടക്കാനൊന്നും പറ്റൂല. വേദന മിനിമം ആണ് ഗ്രേഡ് 1-ൽ, മോഡറേറ്റ് ആണ് ഗ്രേഡ് 2-ൽ, സിവിയർ ആണ് ഗ്രേഡ് 3 സ്പ്രെയിനിൽ. സ്വെല്ലിങ് മിനിമലാണ് ഗ്രേഡ് 1-ൽ, മോഡറേറ്റ് ആണ് ഗ്രേഡ് 2-ൽ, സിവിയർ ആണ് ഗ്രേഡ് 3-ൽ. ദെൻ എക്കൈമോസിസ് യൂഷ്വലി നോട്ട് ആൻഡ് കോമൺ ആൻഡ് ഡിഫിക്കൽട്ടി ഇൻ ബെയറിംഗ് വെയിറ്റ് അതൊന്നും ഉണ്ടാവില്ല ഗ്രേഡ് 1-ൽ. സാധാരണയായിട്ട് ഗ്രേഡ് 2-ൽ ഉണ്ടാവും, പിന്നെ എപ്പോഴും ഉണ്ടാവും ഗ്രേഡ് 3-ൽ. ഈ എക്കൈമോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ ഡിസ്കളറേഷൻ ഓഫ് ദ സ്കിന്നാണ്. അതായത് അണ്ടർലൈങ് ബ്ലഡ് വെസൽസ്, കാപ്പിലറീസോ വെയിൻസോ ഒക്കെ പൊട്ടിയിട്ട് പിന്നെ ബ്ലഡ് ടിഷ്യൂസിലേക്ക് ഇറങ്ങി നിന്നിട്ട് അവിടെ ഒരു ഡിസ്കളറേഷൻ ഉണ്ടാവും. ഒരു ബ്രൂയിസ് പോലെ നീല കളറിലോ കറുപ്പ് കളറിലോ ഒക്കെ ആയിട്ട്. അതിനെയാണ് എക്കൈമോസിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് യൂഷ്വലി നോട്ട് ഇൻ ഗ്രേഡ് 1 ഇഞ്ചുറീസ്. ഗ്രേഡ് 2 ആൻഡ് ഗ്രേഡ് 3 ആർ കോമൺ. ആൻഡ് ഹൗ വി ആർ ഡയഗ്നോസിങ്, ഇത് എന്താണ് പറ്റിയത്, നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? പേഷ്യൻറ്റ് ഗീവ്സ് ഹിസ്റ്ററി ഓഫ് ട്വിസ്റ്റിംഗ് ഇഞ്ചുറി ടു ദ ആങ്കിൾ ആൻഡ് ഫോളോഡ് ബൈ പെയിൻ ആൻഡ് സ്വെല്ലിംഗ് ഓവർ ദി ഇഞ്ചേർഡ് ലിഗമെൻറ്റ്. ചോദിച്ചാൽ കാലൊന്നും മറിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ തിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ പറയും. ആ ഭാഗത്ത് വേദനയും സ്വെല്ലിങ്ങും ഉണ്ടായാൽ നമുക്ക് എന്ത് ചെയ്യാം, ലാറ്ററൽ ലിഗമെൻറ്റ് ഇഞ്ചുറി ആണെന്ന് ഡയഗ്നോസ് ചെയ്യാം. വെയിറ്റ് ബെയറിംഗ് ഗീവ്സ് എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ. കാലിൽ വെയിറ്റ് കൊടുത്ത് നിൽക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള വേദനയൊക്കെ ഉണ്ടാവുക. ഇൻ കേസ് ഓഫ് കംപ്ലീറ്റ് ടിയേഴ്സ് പേഷ്യൻറ്റ് ഗീവ്സ് ഹിസ്റ്ററി ഓഫ് ഫീലിംഗ് ഓഫ് സംതിങ് ടിയറിങ് അറ്റ് ദ ടൈം ഓഫ് ദ ഇഞ്ചുറി. എന്തോ ഒരു ഒച്ച കേട്ട പോലെ, എന്തോ മുറിഞ്ഞ പോലെ തോന്നിയെന്ന് പേഷ്യൻറ്റ് പറയും. കംപ്ലീറ്റ് ടിയർ ആണെങ്കിൽ അത് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ദെൻ കൺസർവേറ്റീവ് മാനേജ്മെൻറ്റ് രണ്ട് ടൈപ്പാണ്, കൺസർവേറ്റീവ് ആൻഡ് ഓപ്പറേറ്റീവ്. കൺസർവേറ്റീവ് മാനേജ്മെൻറ്റിൽ ഇനീഷ്യൽ മാനേജ്മെൻറ്റ് ഓഫ് ദ ആംഗിൾ സ്പ്രെയിൻ ഇസ് പ്രൈസ്, പ്രൊട്ടക്ഷൻ, റെസ്റ്റ്, ഐസ് 20 minutes every 3 to 4 hours, കംപ്രഷൻ, എലവേഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ. വീണ്ടും വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒരിക്കൽ ആംഗിൾ പടം പറഞ്ഞ ആൾക്ക് വീണ്ടും പടം മറയാൻ, അതായത് ലാറ്ററൽ ലിഗമെൻറ്റ് ഇഞ്ചുറി ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ എക്സസൈസൊക്കെ ചെയ്ത് പേഷ്യൻറ്റിനെ റെഡിയാക്കണം. അതാണ് റീഹാബിലിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. This is probably a single most important factor in the treatment, particularly with the grade 1 and grade 2 injuries. Pain and swelling can be reduced with the use of
ഇലക്ട്രോതെറാപ്പിക് മൊഡാലിറ്റീസ് ഓഫ് ഫിസിയോതെറാപ്പി. ഓക്കെ, പ്രൊട്ടക്ഷൻ നമ്മൾ കൊടുക്കുന്നത് നടക്കാൻ കാലിൽ വെയിറ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടി ക്രച്ചസ് കൊടുക്കാം, സ്പ്ലിൻസ് കൊടുക്കാം, ബ്രേസ് കൊടുക്കാം. അപ്പോൾ അതിൻ്റെയൊക്കെ വെയിറ്റിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു നോ ദാറ്റ്. പ്രൈസർ, പ്രൊട്ടക്ഷൻ, റെസ്റ്റ്, ഐസ്, കംപ്രഷൻ, എലവേഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ. സി വൺസ് അഗെയിൻ നല്ലോണം മനസ്സിൽ ഉണ്ടായിരിക്കണം. റെസ്റ്റ്, ഐസ്, കംപ്രഷൻ ആൻഡ് എലവേഷൻ. Just scan this page into your brain. Rest, ice, 15 to 20 minutes several times a day. Compress with an elastic wrap to help to control the swelling and elevate. And treatment of grade 3 injuries. It requires initial conservative management over a 6-week period. ഒരു 1.5 മാസത്തോളം നമ്മൾ കൺസർവേറ്റീവായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യും. If the patient continues to make good progress and is able to perform sporting activities with the aid of taping or braces and without persistent problems during or following the activity, surgery may not be required. സർജറി വേണ്ട. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ആൾക്ക് പ്രീവിയസ് ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ സർജറി വേണ്ട. ഇഫ് ഹവർ ഡെസ്പൈറ്റ് ഓഫ് അപ്രോപ്രിയേറ്റ് റീഹാബിലിറ്റേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ പേഷ്യൻറ്റ് കംപ്ലൈൻസ് ഓഫ് റിക്കറൻറ്റ് എപ്പിസോഡ്സ് ഓഫ് ഇനബിലിറ്റി ഓർ പെർസിസ്റ്റൻറ്റ് പെയിൻ, ദെൻ സർജിക്കൽ റീകൺസ്ട്രക്ഷൻ ഈസ് റിക്വയർഡ്. ഇതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടും പിന്നെയും 1.5 മാസം കഴിഞ്ഞതിന് ശേഷവും ഇടയ്ക്ക് വേദന എന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ആ പേഷ്യൻറ്റിൻ്റെ സർജറി നിർബന്ധമായി. ഓക്കെ, ആൻഡ് ട്രീറ്റ്മെൻറ്റ്. പ്രൈസർ, അക്യൂട്ട് ഇഞ്ചുറി അല്ലെങ്കിൽ മൈനർ ടിയർ ആണെങ്കിൽ പ്രൈസറും ആംഗിൾ ടാപ്പിങ്ങോ ബ്രേസിങ്ങോ സ്പ്ലിൻസോ ഒക്കെ യൂസ് ചെയ്യുക. ജെൻറ്റിൽ മൊബിലൈസേഷൻ ചെയ്യുക. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ബാലൻസ് ട്രെയിനിങ്, പോളിമെട്രിക് ട്രെയിനിങ് ടു റീഗെയിൻ ദി ആക്ടിവിറ്റി എന്നതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതേസമയം ക്രോണിക് ആണെങ്കിൽ അല്ലെങ്കിൽ റിക്കറൻറ്റ് ആംഗിൾ സ്ട്രെയിൻ ഉണ്ടാവുകയാണെങ്കിൽ സർജിക്കൽ റിപ്പയർ ആണ് സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് സോഫ്റ്റ് ടിഷ്യൂ ഇഞ്ചുറീസ്. Hope it's clear and you can ask questions if any through WhatsApp or phone call or anything. Okay, thank you.